ആ വ്യക്തിത്വത്തിന്റെ സ്വന്തം ഉടമയിൽ ഉണ്ടായിരുന്ന മണ്ണിലോ അഥവാ അനന്തരാവകാശികൾക്ക് ഇപ്പോൾ നീങ്ങിക്കഴിഞ്ഞിട്ടുള്ള മണ്ണിലോ അതല്ലെങ്കിൽ മുസബ്ബലായ പൊതുമേഖലയായി കിടക്കുന്ന സ്ഥലത്തോ, രണ്ട് സ്ഥലത്തായിരുന്നാലും പ്രത്യേകക്കാരായ ആളുകളാകുമ്പോൾ അവർക്ക് ഇതാ യാറം അഥവാ കുബ്ബ അവർക്ക് വേണ്ടിയുള്ള കെട്ടിടം പണിയൽ അതിന് കുഴപ്പമില്ല. അതിന് കുഴപ്പമില്ല. എന്തുകൊണ്ടാണത് കുഴപ്പമാവാതെ പോയത്? കുഴപ്പമാവാതെ പോയത് അവിടെ മറ്റുള്ളവരുടെ അരികിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ജീവനുള്ള മനുഷ്യന്മാർ വരും. ബിൽഡിങ്ങിന്റെ ആവശ്യകത ഉള്ളിൽ കിടക്കുന്ന ആൾക്കല്ല, മറിച്ച് അവിടെ വരുന്നവർക്കാണ്. വെയിൽ കൊള്ളാതെ ഒരു യാസീൻ ഓതാൻ, മഴ കൊള്ളാതെ ഒരു യാസീൻ ഓതാൻ, സൗകര്യപൂർവ്വം നിന്നുകൊണ്ട് ദുആ ചെയ്യാൻ, ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഒരു സൗകര്യം, അതാണ് ബിൽഡിങ്ങിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അകത്ത് കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇതിനേക്കാളും വളരെ മെച്ചപ്പെട്ടുള്ള സൗകര്യങ്ങൾ അല്ലാഹു തആല ഒരുക്കി കൊടുക്കുകയാണ്. അൽബിസൂഹു മിനൽ ജന്ന അഫ്രിഷൂഹു മിനൽ ജന്ന. ഇതാണ് മഹാന്മാരായ മലായികത്തിനോട് മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്നിവരുടെ ചോദ്യം കഴിഞ്ഞാൽ പിന്നീട് പടച്ച റബ്ബിനുള്ള ഉത്തരവ്. എന്താ അതിന്റെ അർത്ഥം? അൽബിസൂഹു മിനൽ ജന്ന, ഈ ഖബറാളിക്ക് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ് അണിയിക്കൂ. വാഫിർഷൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഇതാ അദ്ദേഹത്തിന് ഫിറാഷ് കാർപ്പറ്റ് ഒരുക്കി കൊടുക്കൂ, വെറും തറയെ കിടത്തല്ലേ. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിന്റെ നേരെ ഈ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു വാതിലും അങ്ങ് തുറന്നു വെച്ചേക്കൂ. ഇത് അള്ളാഹുവിന്റെ ഓർഡറാണ്. മുൻകർ നക്കീർ അലൈഹിസ്സലാമിന്റെ വിചാരണ ചോദ്യം കഴിഞ്ഞ ഉടനെ തന്നെ തൽസമയത്ത് മലാക്കുകൾ അതനുസരിക്കും. അപ്പോൾ എവിടെയാണ് ഈ നല്ല മനുഷ്യൻ കിടക്കുന്നത്? നല്ല കാർപ്പറ്റിലാണ്, വില കൂടിയ കാർപ്പറ്റിലാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഗൾഫിൽ നിന്നും കൊണ്ടുവരാൻ പറ്റില്ല, അത്രക്ക് വില പിടിച്ച കാർപ്പറ്റിലാണ് അവർ ഉറങ്ങുന്നത്. അല്ലെങ്കിൽ വിരിപ്പിലാണ് ഉറങ്ങുന്നത്. കാർപ്പറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മോശാക്കണ്ട, നല്ല വിരിപ്പിലാണ്, നല്ല ഡ്രസ്സാണ് അവർ ധരിക്കുന്നത്. തൽസമയത്ത് അവരുടേതായ നേർക്ക് സ്വർഗത്തിൽ നിന്ന് വാതിലുകൾ തുറന്നു വെക്കപ്പെട്ടതിന്റെ പേരിൽ സ്വർഗീയമായ മന്നമാര് തന്നെ ഇവരിലേക്ക് ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന കെട്ടിടം അകത്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണത്. ഇതിന്റെ മെയിൻ ആവശ്യം ആർക്കാണ്? സിയാറത്തിന് വരുന്ന ആളുകൾക്കാണ്. അവർക്ക് സൗകര്യപൂർവ്വം ഒന്ന് നിൽക്കാൻ സാധ്യമാവുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ മുസബ്ബലായ സ്ഥലത്ത്, പൊതുവായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ പോലും പ്രത്യേകക്കാർക്ക് ഇങ്ങനെ പണിയുന്നതിന് കുഴപ്പമില്ല. ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് നമ്മെ പഠിപ്പിച്ചു തരികയും ചെയ്തു. ആ അടിസ്ഥാനത്തിലാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളത്തിൽ നജ്ദിൽ വന്ന് മരണപ്പെട്ടുള്ള നിരവധി ശുഹദാക്കളിൽ നിന്ന് ലീഡറായിട്ടുള്ള മഹാനായ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അന്നാട്ടുകാര് വളരെ വർഷങ്ങൾക്ക് മുമ്പ് യാറം ഉണ്ടാക്കിയത്. തങ്ങളുപ്പാപ്പ യാറത്തിൽ, അബൂബക്കർ സിദ്ദീഖ് എന്നവർ യാറത്തിൽ, ഉമർ എന്നവർ യാറത്തിൽ. പിന്നെന്തുകൊണ്ട് സയ്യിദ് ബിൻ ഖത്താബിന് ഉണ്ടാക്കിക്കൂടാ? ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരുടെ ഇസ്തിംബാത്തിനനുസരിച്ചുകൊണ്ട് നാട്ടുകാർ യാറം കെട്ടി. ആ യാറത്തിലേക്ക് ആളുകൾ കയറി വരുന്നു, സിയാറത്ത് ചെയ്യുന്നു. തൽസമയത്ത് വെയിലും മഴയും മഞ്ഞും കൊള്ളാതെ അവര് സൗകര്യപൂർവ്വം അവരുദ്ദേശിച്ച ആ ചടങ്ങുകളൊക്കെ നിർവഹിച്ച് തിരിച്ചു പോവുകയും ചെയ്യും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാറത്തിൽ സ്വഹാബിമാർ വന്ന് കയറി ഇറങ്ങി പോകുന്നത് പോലെ ആയിഷ ബിവിയോട് സമ്മതം ചോദിക്കുക, വാതിൽ തുറന്നു കൊടുക്കുക, അവരുടെ സിയാറത്തും കഴിഞ്ഞവർ പോവുക. ഈ പരിപാടി ഈ സയ്യിദ് ഖത്താബ് എന്നവരുടെ ആ യാറത്തിലും നടക്കുന്നത് കണ്ടപ്പോൾ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ദീനെന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയം സൈസ് നിലപാടാണ്. കടുത്ത നിലപാടുകൾ ഇസ്ലാമിന് അന്യമാണ്. അത് പരിചയമേ ഇല്ല ഇസ്ലാമിന്. നേരത്തെ കൂടുതൽ സമയം തഹജ്ജുദ് നിസ്കരിക്കുമെന്ന് പറഞ്ഞ ആളോട്, എല്ലാ ദിവസവും സുന്നത്ത് നോമ്പെടുക്കുമെന്ന് പറഞ്ഞ ആളോട്, ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ ആളോട് വെരി ഗുഡ് എന്നല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മറിച്ച് നിങ്ങൾ ഇത്തരം കടുത്ത നിലപാടുകൾ വെച്ചു പുലർത്താൻ പാടില്ല എന്ന്. പക്ഷേ മുഹമ്മദ് അബ്ദുൽ വഹാബിന് കടുത്ത നിലപാടായിരുന്നു. അദ്ദേഹം തീവ്രതയുടെ ആളായിരുന്നു.
എന്തു ചെയ്തു? താരീഖു നജിദ് എന്ന് പറയുന്ന അവർ തന്നെ ഇറക്കിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ മനുഷ്യൻ ഈ പ്രവിശ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാടുവാഴിയോട് പറഞ്ഞു അത് തകർക്കാൻ. സൈനുൽ ഖത്താബ് എന്നവരുടെ യാറം തകർക്കാൻ പറഞ്ഞു അത്രേ. അപ്പോൾ അദ്ദേഹം അതിന് മുതിർന്നില്ല. ഇത്രയും നാളുകൾ നമ്മുടെ പൂർവികരായ ആളുകളുടെ കരങ്ങളാൽ പണിതുയർത്തപ്പെട്ടുള്ളതും നിരാക്ഷേപം നടന്നു വരുന്നതുമായ ചടങ്ങുകളല്ലേ. സിയാറത്ത് ചെയ്ത് ആളുകൾ ഇറങ്ങി പോകുന്നതിന് എന്താ കുഴപ്പം? ഈ താരീഖ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുകയാണ്, ഈ മനുഷ്യൻ ആമറുമെടുത്ത് കയറിയത്ര ഇതിന്റെ മുകളിൽ, കെട്ടിടത്തിന്റെ മുകളിൽ കയറി. കുബ്ബ അദ്ദേഹത്തിന്റെ സ്വന്തം കരങ്ങളെ കൊണ്ട് തല്ലിയുടച്ചു, താഴെ വീഴ്ത്തി. ബാബരി മസ്ജിദ് പൊളിക്കുന്ന രംഗം നാം മനസ്സിലിങ്ങനെ കാണുകയാണ്. തൽസമയത്ത് നമുക്ക് എന്തെന്നില്ലാത്ത വേദനയുണ്ട്. ഒന്ന് കാണൂ സുഹൃത്തുക്കളെ, നമ്മിൽ നിന്ന് ഏതാനും വർഷങ്ങൾക്കപ്പുറം പിറവിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ ഈ സൈനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ യാറം സ്വന്തം കരങ്ങളാൽ ഇടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന രംഗം. ഭരണകർത്താവ് ഒപ്പം നിൽക്കുന്നില്ല, ജനങ്ങൾ പേടിച്ചു മാറി നിൽക്കുകയാണ്. അനുകൂലിക്കുന്ന ഏതാനും ചില ആളുകളെ അരിക്കു നിർത്തിയിട്ട് ഇദ്ദേഹം തന്നെ നേർക്ക് നേരെ ചെയ്തിട്ടൊരു പരിപാടിയാണ്. കെട്ടുകഥയല്ല, അവർ തന്നെ ഇറക്കിയ പുസ്തകത്തിൽ അവർ എഴുതി വച്ചിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം തക്കം കിട്ടിയാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാറം തകർക്കുമെന്നല്ലേ? ഇത് കണക്ക് കൂട്ടുകയെ മാത്രമല്ല, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ പച്ചയായി ഇത് പറഞ്ഞിട്ടുമുണ്ട്. ഭരണം കിട്ടിയാൽ ആദ്യമായി അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് കടുത്ത നിലപാടാണോ അതല്ല ഇസ്ലാമിക നിലപാടാണോ? നിങ്ങൾ ശ്രദ്ധിക്കുക, കടുത്ത നിലപാടാണ്. അതുകൊണ്ട് തന്നെയാണ് ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫീ നജിദിന എന്ന് തുന്നിച്ചേർക്കാൻ പറഞ്ഞപ്പോൾ, ദുആയിൽ തുന്നിച്ചേർക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രതികരിച്ചത്, ഹുനാലിക സലാസിലു വൽ ഫിതൻ വബിഹായത്തുൽ ഖർനു ശൈത്വാൻ. ആ നാടിനു വേണ്ടി എനിക്ക് അനുകൂലമായി പറയുക വയ്യ, അവിടെ ഫിത്നകൾ ജനിക്കാൻ പോകുന്നുണ്ട്. മാത്രമല്ല സാക്ഷാൽ പിശാചിന്റെ കൊമ്പ് അവിടെ ഉദിക്കാനും പോകുന്നുണ്ട്. ഈ പിശാചിന്റെ കൊമ്പ് എന്തായിരുന്നു? ഈ ഫിത്ന എന്തായിരുന്നു? മറ്റുള്ള നാടുകളിൽ കാണുന്നതല്ലാത്ത സ്പെഷ്യലായ ഒരു ഫിത്ന ആ നാട്ടിൽ നിന്ന് എന്താണ് ഇത്രയും വർഷങ്ങൾക്കിടയിൽ വന്നെത്തിയിട്ടുള്ളത് എന്ന ചോദ്യം ചോദിക്കുന്ന നേരത്ത് അത് തികച്ചും തങ്ങളുടെ നേർക്ക് ഒരു ഇടിവെട്ടുന്നത് പോലെ കയറി വരും എന്ന ആശങ്കയുള്ളത് കൊണ്ട്, ഭയപ്പാടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം ഭയക്കുകയാണ് മേൽപ്പറയപ്പെട്ട മൂവ്മെന്റുകാർ. ഏത് ചോദ്യം? നിങ്ങളൊരു പരിഷ്കർത്താക്കളാണ് എന്ന് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ടുവാ, ഒരു ഹദീസ് കൊണ്ടുവാ എന്ന് പറയുന്ന ആ ചോദ്യം ഭയക്കുകയാണ്. സുന്നിയോട് ഇതേ ചോദ്യം വരുമ്പോൾ സുന്നി സന്തോഷിക്കുകയാണ്. കാരണം ധൈര്യപൂർവ്വം അദ്ദേഹത്തിന് സൂറത്തുൽ മാഇദ 55 എടുത്തു കാണിക്കാനുണ്ട്. ഒപ്പം അല്ലാഹുവിന്റെ റസൂൽ ഹും ഖൗമുക യാ അബാ മൂസ എന്ന് പറഞ്ഞത് ഇമാം ഹാക്കിം എന്നിവരുടെ മുസ്തദറക്കിൽ നിന്നും എടുത്തു കാണിക്കാനുണ്ട്. മറുഭാഗത്തിന് സാധ്യമാകുന്നത് ഈ അവർ ഭയക്കുന്ന ആ ഹദീസുകളാണ്. സുഹൃത്തുക്കളെ, പങ്കുചേരാൻ പറ്റുമോ?